കൈ ഉയർത്തി ഹല്ലേലൂയ പറയാം. ആമേൻ. ഇന്ന് രാത്രി ഞാൻ പകൽ ഓർപ്പിച്ചതുപോലെ പരിശുദ്ധാവിൻ അഭിഷേകത്തൊക്കെയായിട്ടുള്ള വിശേഷമായ ജപം നടക്കും. ഇന്ന് പകൽ നമ്മളിപ്പോൾ ചെയ്തിയായി കൊഞ്ച ടൈം വചനം പഠിക്കും. രാത്രി നമ്മൾ കഴിഞ്ഞ 2 ദിവസം പഠിച്ചതും ഇന്ന് പകൽ പഠിക്കുന്നതിൻ്റെയും ചേർത്ത് നമ്മൾ ആവിൻ അഭിഷേകം വെളിപ്പെടുവാനായി ജപിക്കും. കർത്തർ അനേകരും നിറയ്ക്കും. സോ നിങ്ങൾ ഇന്ന് പകൽ പോയ ശേഷം ഒരുങ്ങി ആയത്തമായി ദയവേത്, ഇന്ന് ലീവുള്ള ദിവസമാണ്, നിങ്ങൾ രാത്രി എല്ലാവരും വരണം. കരമേർത്തെ കർത്താവിന് മുഖത്വം കൊടുക്കാം. പിള്ളകൾ മുതൽ വലിയവർ വരെ എല്ലാവരും പരിശുദ്ധാവിൻ അഭിഷേകത്തെ പ്രാപിക്കണം. എനിക്ക് ചിന്ന വയസ്സിൽ കർത്തരുടെ ഊഴിയം ചെയ്യാൻ ബലം തന്നത് പരിശുദ്ധാവിൻ അഭിഷേകമാണ്. ഹല്ലേലൂയ. അത് വെളിപ്പെടുമ്പോൾ നമ്മുടെ വാഴ്ക്ക ഇനിയും മാറും. കരമേർത്തെ ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ഇന്നലെ കഴിഞ്ഞ 2 ദിവസമായി പഠിച്ചത് അന്യ ഭാഷകളെ കുറിച്ചാണ് അല്ലേ? സ്തോത്രം. അന്യഭാഷ പരിശുദ്ധ ആവി പേസുവാനായി തരുന്ന വാർത്തകളാണെന്ന് നമ്മൾ പഠിച്ചു. പരിശുദ്ധ ആവിയിനാൽ നിറപ്പപ്പെടുമ്പോഴാണ് അന്യഭാഷ കിടക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചു. പരിശുദ്ധ ആവി നമ്മെ സൃഷ്ടിച്ച സർവ്വവല്ലമയുള്ള ദേവനായതുകൊണ്ട് ആ ആവിയാണവർ ഉച്ചരിപ്പാൻ നൽകുന്ന ഭാഷ ഉലകത്തിലെ സകല ഭാഷയ്ക്കും മേലെയാണ്. ഈ ഭാഷ പേസുമ്പോൾ മന്ത്രവാദങ്ങളും ആഭിചാരങ്ങളും അഴിഞ്ഞു വീഴുമെന്ന് നമ്മൾ പഠിച്ചു. നമ്മെ സൃഷ്ടിച്ച ദേവ ആവി പേസുവാനായി അന്യഭാഷ തരുന്നത് കൊണ്ട് അന്യഭാഷ പേസുവതർക്ക് വെക്കപ്പെടേണ്ടതില്ല എന്ന് നമ്മൾ പഠിച്ചു. എത്ര വിധത്തിൽ കിട്ടുമെന്നാണ് നമ്മൾ പഠിച്ചത്? 3 വിധത്തിൽ കിട്ടും. മുതലാമത് കാത്തിരിക്കുന്നവർക്ക് കിട്ടും. രണ്ടാമത് വചനം കേൾക്കുമ്പോൾ കിട്ടും. മൂന്നാമത് ഊളിയർകൾ കയ്യെ വെച്ച് ജപിക്കുമ്പോൾ നമുക്കിത് കിടക്കും. ഇനി അന്യഭാഷ അവൻ ചുമ്മാ കലപില പറയുന്നതല്ല, അന്യഭാഷ ദേവനെ പുകഴുന്നതാണെന്ന് നമ്മൾ നേറ്റിൽ പഠിച്ചു. കയ്യെ ഉയർത്തി ഹല്ലേലൂയ പറയാം. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പഠിച്ചാണ് നമ്മൾ മുടിച്ചത്. അന്യഭാഷ പേസുമ്പോൾ എന്നെ നടക്കും. എന്നെ നടക്കും, ഭക്തിവിരുദ്ധി ഉണ്ടാകും. കൈ ഉയർത്തി ഹല്ലേലൂയ പറയാം. അന്യഭാഷ പേസുകവൻ തനിക്കു താൻ എന്നെ വരുത്തുകയാണ്, ഭക്തിവിരുദ്ധി വരുത്തുകയാണ്. ഒരു മൊബൈൽ ഫോൺ കറണ്ടുമായി 1 മണിക്കൂർ നമ്മൾ കണക്ട് ചെയ്തിടുമ്പോൾ, സ്തോത്രം, കറണ്ട് ഇല്ലാത്ത സമയം പ്രവർത്തിക്കാൻ അത് ചാർജ് ആവും. ഇപ്പം നമ്മൾ 10 മിനിറ്റ് ഒരു ഫോൺ എന്താ പറയുക ചാർജിങ്ങിന് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 2 മണിക്കൂർ അത് പ്രവർത്തിക്കുമായിരിക്കും. 20 മിനിറ്റ് ഇട്ടാലോ 4 മണിക്കൂർ ചിലപ്പോൾ പ്രവർത്തിക്കും. 40 മിനിറ്റ് ഇട്ടാലോ അതിൻ്റെയും ഇരട്ടി സമയം പ്രവർത്തിക്കും. അപ്പോൾ എത്ര സമയം ഇത് കറണ്ടുമായി കണക്ട് ചെയ്യുന്നോ അതിനനുസരിച്ചാണ് കറണ്ട് ഇല്ലാത്ത സമയത്ത് പ്രവർത്തിക്കാൻ അത് ശക്തി ആർജിക്കുന്നത്. ഇതുപോലെ ഒരു ദൈവ പൈതൽ എவ்வளோ നേരം അന്യഭാഷ പേസുന്നുവോ അത്തനെ അവൻ്റെ ആവിക്കൂറിയ മനുഷ്യനിൽ ബലം വരും. കയ്യോ ഉയർത്തി ഹല്ലേലൂയ പറയാം. അതുക്ക് ശേഷം അവൻ വെളിയെ പോകുമ്പോൾ പോരാട്ടങ്ങൾ, വെല്ലുവിളികൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ അതിനെ ജയിക്കുവതർക്ക് ബലം കിടക്കും. ഇനി ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു. ജനറേറ്റർ പ്രവർത്തിക്കുമ്പോൾ എന്നെ വരും, ശബ്ദമുണ്ടാകും. ശബ്ദമുണ്ടാകുമ്പോൾ എന്നെ വരും, ശക്തിയും ഉണ്ടാകും. ദൈവമക്കൾ അന്യഭാഷയിൽ പേശി ആരാധിക്കുമ്പോൾ ശബ്ദമുണ്ട്. ആ ശബ്ദത്തിങ്കൽ പിശാചിൻ ആവികളെ മെതിക്കുന്ന വല്ലമേ ഇറങ്ങും. കൈ ഉയർത്തി ഹല്ലേലൂയ പറയും. അതുകൊണ്ടാണ് അന്യഭാഷകളിൽ ജപം നടക്കുമ്പോൾ ഭൂതങ്ങൾ അലറുന്നത്, കൈവശക്കെട്ടുകൾ അടിയുന്നത്, ദുരാത്മശക്തികൾ ഇളകുന്നത്. സന്തോഷമുള്ളവർ ഹല്ലേലൂയ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടൻ്റായ മറ്റൊരു കാര്യമാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അന്യഭാഷ എതുക്കാണ് കർത്തർ കൊടുത്തത്, എന്തിനു വേണ്ടിയാണ് അന്യഭാഷ കർത്താവ് തന്നത് എന്നാണ് മെയിനായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ബൈബിൾ കൊണ്ടുവന്ന എല്ലാവരും ഒരു മുറയിൽ ബൈബിൾ തുറക്കുക. 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായം 14-15 2 വചനങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കണം. 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായം 14-15 2 വചനങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കണം. സ്തോത്രം. ബൈബിൾ കൊണ്ടുവന്ന എല്ലാവരും அந்த വാക്യത്തെ എടുക്കണമേ. ഓക്കെ. 1 കൊരിന്ത്യർ 14-ാം അധ്യായം അതിനുടെ 14-15 2 വചനങ്ങൾ ഒരുമിച്ച് എടുത്തെന്ന് വിശ്വസിക്കുന്നു. 1 2 3 സ്റ്റാർട്ട്. വായിച്ചു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ സഹോദരന്മാർ മാത്രം ഒന്ന് വായിക്കാമോ?
ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ചിലരൊക്കെ എടുത്ത് വരുന്നതേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് നിങ്ങളിപ്പം വായിക്കരുത്, ഇവരും ഒന്ന് വായിക്കട്ടെ, ഞാനൊന്ന് കേൾക്കാൻ വേണ്ടിയാണ്. ഒന്ന് വായിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 14 അധ്യായം 14-15 വാക്യങ്ങൾ സഹോദരന്മാരെല്ലാം ഉത്സാഹമായി വായിക്കണേ. 1 2 3 സ്റ്റാർട്ട്. വായിച്ചേ. ആ കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക. സ്തോത്രം. നിങ്ങൾ കുറച്ചും കൂടെ ശബ്ദമുയർത്തി നന്നായി ഇത് വാസിക്കണം. ആമേൻ. ഈ വചനത്തൊക്കെ കീഴ്പ്പെടാ വിട്ട സ്തോത്രം, ഇത് നമുക്ക് നല്ല വാസിച്ച് അഭിഷേകത്തെ പ്രാപിക്കാനൊക്കെ കഴിയാതെ പോയാൽ പ്രിയപ്പെട്ടവരെ, കർത്തരുടെ സമൂഹത്തിൽ എപ്പടി നമ്മൾ നിൽക്കും? കൈ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. യേസപ്പ വരുമ്പോൾ ബൈബിളിലൊരു വചനമുണ്ട്, കർത്തർ വരുമ്പോൾ ഭൂമിയിൽ മനുഷ്യകുമാരൻ വിശ്വാസം കണ്ടെത്തുമോ എന്നൊരു ചോദ്യമേ തന്നെ ബൈബിളിൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ആമേൻ, ഈ അപ്പ ജപിക്കുന്ന ആശീർവാദം കൊണ്ട് മക്കൾ പോകില്ല, അമ്മ ജപിക്കുന്ന ആശീർവാദം കൊണ്ട് സ്തോത്രം മക്കൾ പോകില്ല. ആമേൻ. സഹോദരനോ സഹോദരിയോ ജപിക്കുന്നത് കൊണ്ട് നമ്മൾ പോകില്ല. ബൈബിൾ പറയുന്നത് നമുക്ക് കർത്തരോട് ഉറവിരുന്നാലേ കർത്തരുടെ വരവെങ്കിൽ പോകൂ. കൈ ഉയർത്തി ഹല്ലേലൂയ പറയും. 2 പേർ ഒരു വയലിൽ ഒരുമിച്ചിരിക്കുമില്ലേ? ഒരുവൻ എടുക്കപ്പെടും കർത്തരുടെ വരവെങ്കിൽ, മറ്റവൻ തള്ളപ്പെടും. ആമേൻ. 2 പേർ ഒരുമിച്ച് ഒരു ഉരലിൽ പൊടിച്ചുകൊണ്ടിരിക്കും. കർത്തരെ നമ്പുന്ന ഒരുവൻ എടുക്കപ്പെടും, മറ്റേയാൾ തള്ളപ്പെടും. ആമേൻ. 2 പേർ ഒരുമിച്ച് ഒരു കിടക്കമേൽ കിടക്കും, കർത്തരെ നമ്പുന്നവൻ എടുക്കപ്പെടും, ഇല്ലാത്തവൻ തള്ളപ്പെടും. അതുകൊണ്ട് ആമേൻ, ദൈവമക്കളെ, ഈ വിഷയത്തിൽ നമ്മൾ പിന്നോട്ട് പോകരുത്. ആരാധന, ബൈബിൾ വായന, ഉത്സാഹമുള്ളവരായി വരണം. കൈ ഉയർത്തി ഹല്ലേലൂയ പറയാം. അത് നമ്മളെല്ലാവരും നല്ല ഉത്സാഹത്തെ കാണിക്കണം. ഇനി നമ്മൾ ഈ വാക്യങ്ങൾ ഒരിക്കൽ കൂടെ ഒന്നുകൂടെ ചേർന്ന് വാസിച്ചിട്ട് നമ്മളത് പഠിക്കാൻ പോവുക. എല്ലാവരും ഒരു മുறை കൂടെ ഈ വചനം ഒന്ന് ചേർന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 14 അധ്യായം 14-15 2 വാർത്തകൾ. 1 2 3 സ്റ്റാർട്ട്. വായിച്ചോളൂ. ഓക്കെ, പ്രിയ ദൈവമക്കളെ, നമ്മൾ ഈ വചനങ്ങൾ വാസിച്ചെടുത്ത് ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു എങ്കിൽ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, എൻ്റെ ബുദ്ധിയോ അബലമായിരിക്കുന്നു. അടുത്ത പദം, ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കും, ആത്മാവ് കൊണ്ട് പാടും, ബുദ്ധി കൊണ്ട് പാടും. അപ്പം ഈ വാക്യങ്ങളിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. 2 വിധത്തിൽ ജപിക്കാൻ முடியும். എത്ര വിധത്തിൽ ജപിക്കാൻ முடியும்? 2 വിധത്തിൽ. ഏതെല്ലാം? ആവിയോടും ജപിക്കാൻ முடியும், പിന്നെ കരുത്തോടും ജപിക്കാൻ முடியும். പ്രിയ ദൈവമക്കളെ, എന്ത് ജപത്തൊക്കെയായിരിക്കും വിടുതൽ? ആവിയിലെ ജപമാണോ കരുത്തിലെ ജപമാണോ? സ്തോത്രം. ആവിയിലെ ജപത്തൊക്കെയാണ് വിടുതൽ അല്ലേ? ഏത് കൊച്ചു കുഞ്ഞിനോട് ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയും, പാസ്റ്ററെ ആവിയിലെ ജപത്തൊക്കെയാണ് വിടുതൽ. എൻ്റെ ക്വസ്റ്റ്യൻ, ആവിയിൽ ജപിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഞാൻ ഈ ചോദ്യം ഇങ്ങനെ ചോദിക്കുമ്പം പെട്ടെന്ന് എല്ലായിടത്തും ഒരു സൈലൻസ് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഓക്കെ, ദൈവമക്കളെ, ആവിയിൽ ജപിക്കുന്നത് എങ്ങനെയാണെന്നാൽ ഇപ്പം നമ്മൾ വായിച്ച ആ വാക്യത്തിൽ തന്നെ ഉണ്ട്. സ്തോത്രം. ബുദ്ധിയിനാലും ജപിക്കും, കരുത്തിനാലും ആവിയിനാലും ജപിക്കുമെന്ന് നമ്മൾ പഠിച്ചല്ലോ. പക്ഷെ ആവിയിൽ എങ്ങനെ ജപിക്കാം? ഒരു മുறை കൂടെ 14 വചനം മട്ടും ഒരു മുறை കൂടെ എല്ലാവർക്കും ചേർന്ന് വായിക്കാം. 1 2 3 സ്റ്റാർട്ട്. ഓക്കെ, എപ്പിടിയാണ് അപ്പോൾ ആവിയിൽ ജപിക്കുന്നത്? അയ്യോ, പിന്നെ അല്ല, എങ്ങനെയാ ആവിയിൽ ജപിക്കുന്നത്? സ്തോത്രം. ഞാൻ അന്യഭാഷയിൽ വിണ്ണപ്പം പണിനാൽ എൻ ആവി വിണ്ണപ്പം പണ്ണുവേൻ. അപ്പൊ ആവിയിൽ എപ്പിടിയാ വിണ്ണപ്പം ചെയ്യുന്നേ? അന്യഭാഷയിൽ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാം. അപ്പൊ ദേവപിള്ളകളെ, ആവിയിലെ ജപമുണ്ട്, കരുത്തിനാലുള്ള ജപവുമുണ്ട്. ആമേൻ. ബൈബിൾ ആമേൻ ഈ 2 ജപത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഏത് ചിന്ന പിള്ളയോട് ചോദിച്ചാലും അവർ പറയും, ആമേൻ, വിടുതൽ അധികം ആവിയിലെ ജപത്തൊക്കെ തന്നെയാണ്. എന്നാൽ എപ്പിടി ആവിയിൽ ജപിക്കും? ആവിയിൽ ജപിക്കണമെങ്കിൽ വേദാഗമം പഠിപ്പിക്കുന്നു, അന്യഭാഷയിൽ ജപിക്കണം. കൈ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. അപ്പം ഞാൻ ചോദിക്കട്ടെ, അന്യഭാഷ വരമില്ലാത്തവർ എപ്പിടി ആവിയിൽ ജപിക്കും? ജപിക്കാൻ മുടിയില്ല. സ്തോത്രം. കാരണം നമ്മൾ ആദി ആഗമം മുതൽ വെളിപ്പെടുത്തുന്ന വിശേഷം വരെ വായിക്കുമ്പോൾ
ഈ വേദാഗമത്തിൽ ആവിയിൽ ജപിച്ചവരെ കുറിച്ച് നിറയെ ഇടത്ത് ചൊല്ലിയിട്ടുണ്ട്. ആനാലും എപ്പടി ആവിയിൽ ജപിക്കലാം എന്നെഴുതിയ ഒരേ ഒരു വചനം ഇപ്പോൾ നമ്മൾ വായിച്ചതാ. സ്തോത്രം. അന്യഭാഷയിൽ നമ്മൾ ജപിക്കുന്ന ജപമാണ് ബൈബിളിൽ ആവിയിൽ ജപം എന്ന് പറയുന്നത്. കാരണം ആവിയാണവർക്കൊരു ഭാഷയുണ്ട്. സ്തോത്രം. ഞാൻ പറഞ്ഞില്ലേ, ഈ മൊബൈൽ ഫോണുക്ക് പോലും ഒരു ഭാഷയുണ്ട്. ആൻഡ്രോയിഡ് കമ്പ്യൂട്ടറിനൊരു ഭാഷയുണ്ട്. വിൻഡോസ് ആപ്പിൾ കമ്പനിയുടെ ഫോണുകൾക്കൊരു ഭാഷയുണ്ട്. iOS. ഈ ആപ്പിൾ കമ്പനിയുടെ മൊബൈൽ ഫോണിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡ് ഫോണിലേക്ക് അയച്ചാൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കാണിക്കത്തേ ഉള്ളൂ. അതിനൊന്നും മനസ്സിലാവില്ല. ആൻഡ്രോയിഡിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ആപ്പിൾ കമ്പനിയുടെ ഐഫോണിലേക്ക് അയച്ചാൽ അത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കാണിക്കും. അതിനും മനസ്സിലാവില്ല. അതിൻ്റെതായ ഭാഷയിൽ കൊടുക്കണം. കൈ ഉയർത്തി കർത്തർക്ക് മഹിമ കൊടുക്കുക. ഇതുപോലെ ആവിക്കൂറിയ ഉലകമുള്ളതുപോലെ ആവിക്കൂറിയ ഉലകത്തെ വെற்றி അടയേണ്ടതിന് പരിശുദ്ധ ആവിയാണവർ വരുമ്പോൾ കർത്തർ നമുക്ക് ആവിയിൽ ജപിക്കുവതർക്കൊരു ഭാഷ തരും. അതാണ് അന്യഭാഷ. പുരിയുന്നവർ കൈ ഉയർത്തി ഹല്ലേലൂയ പറയാം. ഓക്കെ. അപ്പോൾ അന്യഭാഷ പേശി ജപിക്കുന്ന ജപമാണ് ബൈബിളിൽ ആവിയിലെ ജപം എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് രണ്ട് കാര്യം നാം പഠിക്ക വേണം. അന്യഭാഷ ഇല്ലാത്തവർക്ക് ആവിയിൽ ജപിക്കാൻ മുടിയില്ല. രണ്ട്, അന്യഭാഷ ഉള്ളവരായാലും അന്യഭാഷ പേശി ജപിക്കുമ്പോൾ മാത്രമാണ് ആവി ജപിക്കുന്നത്. കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. അല്ലാത്തപ്പോൾ ബുദ്ധിയാണ് അഥവാ നമ്മുടെ കരുത്താണ് ജപിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് ജപത്തിന്റെ വ്യത്യാസം എന്ന് പറയാം. ബുദ്ധിയിൽ ജപിക്കുമ്പോൾ എൻ്റെ ബുദ്ധിയാണ് ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നത്. ഇപ്പം ഞാൻ ഈ ദൈവദാസന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ കരുത്തിനാൽ ബുദ്ധിയാൽ ഞാൻ ജപിക്കുമ്പം ഞാൻ ജപിക്കുകയാണ്, കർത്താവേ ഈ പ്രിയ ദൈവദാസന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ദൈവദാസനെ അനുഗ്രഹിക്കണമേ. തൻ്റെ ഭാര്യയെയും തനിക്ക് ദാനം കൊടുത്തിരിക്കുന്ന കുഞ്ഞിനെയും അനുഗ്രഹിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട ഊളിയ വഴികളെ ഈ ദൈവദാസന് കർത്താവ് തുറന്നു കൊടുക്കണമേ. സാമ്പത്തിക വാതിലുകളെ ദൈവം തുറക്കണമേ. ഇനിയും അധിക ശക്തിയോടെ തൻ്റെ ഈ വാലിബ ഏജ് മുഴുവൻ കർത്തർക്കായി ഭയപ്പെടുത്തപ്പെടുവാൻ ദൈവമേ നീ ദാസനെ ആശീർവദിക്കണമേ. തൻ്റെ തേവകളെ സന്ധിക്കണമേ. ഇങ്ങനെ ഈ ഊഴിയക്കാരനെ എൻ്റെ മനസ്സിക്കുള്ളേ കൊണ്ടുവന്ന് എൻ്റെ ബുദ്ധിയിൽ ഞാൻ ചിന്തിച്ച് ജപിക്കുന്ന ജപം, അതാണ് കരുത്തിലെ ജപം അഥവാ ബുദ്ധിയിലെ ജപം. അപ്പോൾ കരുത്തിൽ ജപിക്കുമ്പോൾ എന്നെ നടക്കും? ഷിൻഡോ എന്ന എൻ്റെ ബുദ്ധിയാണ് വർക്ക് ചെയ്യുന്നത്. ആവിയിൽ ജപിക്കുമ്പോൾ അന്യഭാഷയിലാണ് ജപിക്കുന്നത്. അന്തട്ടം ദേവ ആവിയനുടെ ബുദ്ധിയാണ് വർക്ക് ചെയ്യുന്നത്. കരമയുയർത്തി ഹല്ലേലൂയ പറയാം. അപ്പൊ നിങ്ങൾ നല്ല മനസ്സിലാക്കണം. അന്യഭാഷയിൽ ജപിക്കുമ്പോൾ പരിശുദ്ധാവിയനുടെ ബുദ്ധി വർക്ക് ചെയ്യും. സ്തോത്രം. ഇനി കരുത്തിനാൽ ജപിക്കുമ്പോൾ ജപിക്കുന്ന നമ്മുടെ ബുദ്ധി വർക്ക് ചെയ്യും. ഇത് തമ്മിലുള്ളൊരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കി തരേണ്ടതിന് ഒരിക്കൽ ഒരു പാസ്റ്റർ, സ്തോത്രം, അദ്ദേഹം ഇങ്ങനെ ട്രെയിനിലൂടെ യാത്ര ചെയ്യുമായിരുന്നു. അപ്പം യാത്ര ചെയ്യുന്ന സമയത്ത് TTR ഇങ്ങനെ ടിക്കറ്റ് ചെക്ക് ചെയ്യാനായിട്ട് വന്നു. ട്രെയിൻ ടിക്കറ്റ് ചെക്ക് ചെയ്യാനായിട്ട് TTR വന്നു. അപ്പം നേരം ഈ ഉളിയക്കാരൻ ടിക്കറ്റ് എടുത്തത് കാണാതെ പോയി. അദ്ദേഹം പോക്കറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, കണ്ടില്ല. എല്ലായിടവും നോക്കിയിട്ട് കിട്ടിയില്ല. അപ്പം നേരം TTRനോട് പറഞ്ഞു, സാറേ ഞാൻ ട്രെയിൻ ടിക്കറ്റ് എടുത്തതാണ്, പക്ഷേ കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം TTR പറഞ്ഞു, പൈസ താ, വേറെ ടിക്കറ്റ് താങ്കൾക്ക് എഴുതി തരാമെന്ന് പറഞ്ഞു. അപ്പം നേരെ ഈ ഊളിയക്കാരൻ പറഞ്ഞു, സാറേ ഞാനൊരു കൂട്ടത്തിൽ ചെയ്തു കൊടുക്കാൻ പോവുക, ഒരു ടിക്കറ്റ് എടുക്കാൻ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ടിക്കറ്റ് എടുത്തതാണ് സാറേ സത്യമായിട്ടും. ഇനി കൂട്ടം കഴിഞ്ഞ് കാണിക്ക തന്നാലേ എൻ്റെ കയ്യിൽ പൈസ കിട്ടൂ. സാർ എന്നോട് ദയവായി ക്ഷമിക്കണം. സ്തോത്രം. ഞാൻ ടിക്കറ്റ് എടുത്തതാ, പൈസ ഇല്ല ഇനി വേറെ എടുക്കാൻ എന്ന് പറഞ്ഞപ്പോൾ TTR കോപപ്പെട്ട്, നിങ്ങൾക്ക് ഊഴിയക്കാരനാണോ? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കള്ളത്തരം പറയുന്നത്? ഇങ്ങനെയുള്ള നുണയും സാക്കുപോക്കൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് ഇങ്ങനെ ട്രെയിനിനകത്ത് സ്ഥിരം വരാറുണ്ട്. സ്തോത്രം. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഈ നുണയെല്ലാം ഇങ്ങനെ പറയുന്നത്? ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അടുത്ത സ്റ്റേഷൻ വന്നപ്പോൾ എല്ലാവരുടെ മുമ്പിൽ കോപിച്ച് ഊഴിയക്കാരനെ പരിഹസിച്ച് TTR ഇറക്കി വിട്ടു. സ്തോത്രം. ഈ ഊഴിയക്കാരന് കരച്ചിൽ വന്നു. കാരണം അദ്ദേഹം ടിക്കറ്റ് എടുത്തതായിരുന്നു, അത് കാണാതെ പോയല്ലോ. അദ്ദേഹം ആ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് കരഞ്ഞു. കരഞ്ഞ സമയം ആ കണ്ണീര് തുടയ്ക്കാനായിട്ട് തൻ്റെ കയ്യിലുള്ള ഈ കർച്ചീഫ് എടുത്ത് ഇങ്ങനെ നിവർത്തിയതും
അതിൻ്റെ ഉള്ളേ നിന്ന് ടിക്കറ്റ് താഴേക്ക് പോയി. സ്തോത്രം. ഈ ഊളിയക്കാരന് ഭയങ്കര കോപം വന്നു. അദ്ദേഹം ഇങ്ങനെ കണ്ണീരോടെ പറഞ്ഞ്, എൻ്റെ യേശുവേ, ഇത്രയും സമയം ആ ട്രെയിനിക്കുള്ളേ ഇരുന്ന് ഈ ടിക്കറ്റ് ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. ഈ ഇത്രയും ജനത്തിന് നടുവിൽ ആ TTR എന്നെ കള്ളനാക്കി. സ്തോത്രം. അവൻ എന്ത് ഊളിയക്കാരനാന്ന് ചോദിച്ചെന്നെ പരിഹസിച്ചു. ദാ ട്രെയിൻ പോയി, എല്ലാവരുടെ മുമ്പിൽ കള്ളനായി. ഇനി എനിക്ക് കൂട്ടത്തക്ക സമയത്ത് ചെല്ലാൻ പറ്റത്തില്ല. എന്തിനാണ് ഇത്രയും സമയം നീ ഇത് മറച്ചു വെച്ചത്? സ്തോത്രം. ഒരു 5 മിനിറ്റ് മുമ്പ് ഈ ടിക്കറ്റ് ഒന്ന് തന്നുകൂടായിരുന്നോ എന്ന് പറഞ്ഞു ഇയാള് ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊരു അനൗൺസ്മെന്റ് വരികയാണ്. ഇപ്പോൾ ഈ പ്ലാറ്റ്ഫോം വിട്ടുപോയ ട്രെയിൻ തൊട്ടു മുമ്പിലുള്ള കായലുണ്ട്, അതിൻ്റെ മേലെ പാലത്തിൽ നിന്ന് പാളം തെറ്റിയിട്ട് ഈ ട്രെയിൻ കായലിലേക്ക് മറഞ്ഞു. സ്തോത്രം. ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ ആ റൂട്ടിലേക്ക് റെയിൽ ഗതാഗതം ഉണ്ടായിരിക്കുന്നതല്ല എന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അനൗൺസ് വരികയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ പാസ്റ്റർ കയറിയ ട്രെയിൻ കമ്പാർട്ട്മെന്റ് കായലിലേക്ക് പാളം തെറ്റി മറഞ്ഞ് 100 കണക്കിന് മക്കൾ ശ്വാസം മുട്ടി മരിച്ചുപോയി. സ്തോത്രം. ഇനി നിങ്ങൾ പറ, ആ ട്രെയിൻ ടിക്കറ്റ് കാണാതെ പോയതാണോ, കർത്തരുടെ ആവിയാണവർ കാണാതെ മറച്ചതാണോ? കൈ ഉയർത്തി കർത്തർക്ക് മഹിമ കൊടുക്കും. ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? പാസ്റ്ററിൻ്റെ ബുദ്ധി ചിന്തിക്കുമ്പോൾ ഏൻ ട്രെയിൻ ടിക്കറ്റ് മറയ്ക്കപ്പെട്ടത്, ഏൻ എല്ലാവരുടെ മുമ്പിൽ ഞാൻ കള്ളനാക്കപ്പെട്ടത്, സ്തോത്രം, ഏൻ എനിക്കിന്ന് കൂട്ടം മുടങ്ങിപ്പോയത്, ഇതൊക്കെയാണ് പാസ്റ്ററിന്റെ ബുദ്ധിയിലെ ചിന്ത. ആനാ കർത്തരുടെ ആവിയാണവർ നോക്കുമ്പോൾ, സ്തോത്രം, ഒരു നിമിഷം കള്ളനാക്കപ്പെട്ടാലും ഒരു കൂട്ടം ഒന്ന് മുടങ്ങിപ്പോയാലും കൊഞ്ച ടൈം വൈകിയാലും പറവല്ല, മുമ്പിൽ വരാനിരിക്കുന്ന മരണത്തിൽ നിന്ന് പാതുകാക്കാൻ ഇതാണ് ഏറ്റവും നല്ലത്. പുരിയുന്നവർ കൈ ഉയർത്തി ഹല്ലേലൂയ പറയും. അപ്പോൾ നമ്മുടെ ബുദ്ധി ചിന്തിക്കുമ്പോൾ, നമ്മുടെ ബുദ്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ സാഹചര്യം വെച്ചിട്ടാണ് ജപിക്കുന്നത്. ആവിയാണവരുടെ ബുദ്ധി ജപിക്കുമ്പോൾ വരപ്പോണ നാൾക്കളെ കണ്ടിട്ടാണ് ആവിയാണവർ ജപിക്കുന്നത്. അതുകൊണ്ട് ദൈവപിള്ളകളെ, അന്യ ഭാഷയിൽ നീ ജപിക്കുമ്പോൾ ആവിയാണവരുടെ ഹൃദയം ആക്ടിവേറ്റ് ചെയ്യപ്പെടും. എത്ര പേർക്ക് വാഞ്ചയുണ്ട്? അന്യഭാഷയുള്ളവർ അന്യഭാഷ ബേസിൽ ആരാധിക്കാം. ഇല്ലാത്തവർക്ക് കയ്യെ തട്ടി ഹല്ലേലൂയ പറഞ്ഞു കൊഞ്ച നേരം ഹല്ലേലൂയ ഹല്ലേലൂയ. അന്യഭാഷ ഉള്ളവർക്കെല്ലാം അന്യഭാഷ പേശി ആരാധിക്കണം. ഇല്ലാത്തവർക്ക് ഹല്ലേലൂയ പറഞ്ഞ് അടകമന ഘടകനഗതുരാന ബല ഹശപ്രബന ബലബ യേശുവിന്റെ മഹത്വം 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 ഹല്ലേലൂയ. യേശുവിന്റെ മഹത്വം 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 ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കൈ ഉയർത്തി കർത്താവിന് ഒരിക്കൽ കൂടെ മഹിമയെ കൊടുക്കുക. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, സ്തോത്രം. അതുകൊണ്ട് ഈ അന്യഭാഷയിൽ ജപിക്കുന്ന ജപം എന്ന് പറയുന്നത് ആവിയാണവർ ജപിക്കുന്ന ജപമാണ്. സ്തോത്രം. എന്നാൽ അല്ലാത്ത ജപം നമ്മുടെ ബുദ്ധിയിലാണ് നടക്കുന്നത്. സ്തോത്രം. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, ഈ ബുദ്ധിയിലെ ജപം തെറ്റാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. സ്തോത്രം. ബുദ്ധിയിൽ ജപിച്ചാലും കർത്തർ മറുപടി തരും. കരങ്ങളെ ഉയർത്തി ദൈവത്തിന് മഹിമയ്ക്ക്. കാരണം നമ്മൾ അവിടെ വായിച്ചിട്ടുണ്ട്, ആവിയിനാലേ ജപിക്ക മുടിയും, പിന്നെ എപ്പടി ജപിക്ക മുടിയും, കരുത്തിനാലും ജപിക്ക മുടിയും അല്ലേ? പൗൽ പറയുക, ഞാൻ ആവിയോടും വിണ്ണപ്പം പണ്ണുവേ, കരുത്തോടും വിണ്ണപ്പം പണ്ണുവേ, ആവിയോടും പാടുവേ, കരുത്തോടും പാടുവേ. അപ്പോൾ ഈ കരുത്തോടെ പാടുക എന്ന് പറയുന്നത് തമിഴോ മലയാളമോ ഇംഗ്ലീഷോ നമുക്കൊക്കെ അറിയാവുന്ന ഭാഷ വെച്ച് അതിൻ്റെ അർത്ഥമൊക്കെ ധ്യാനിച്ച് പാടുന്നതാണ് ഈ കരുത്തോടെയുള്ള പാട്ട്. അത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റൊന്നുമല്ല. കരുത്തോടെ പാടിയാലും കർത്തർ നമുക്ക് മറുപടി തരും. പക്ഷേ കരുത്തോടെ പാടുന്നതിൻ്റെ 10,000 മടങ്ങ് വല്ലമേ ആവിയിൽ പാടുമ്പോൾ കിടക്കും. ചേർന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കുക. സ്തോത്രം. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇത് നിങ്ങൾക്ക് മനസ്സിലാകേണ്ടതിന്, ഈ കരുത്തിനാൽ ബുദ്ധിയാൽ ജപിക്കുന്ന ജപം, സ്തോത്രം, തൂമ്പ കൊണ്ട് മണ്ണ് വെട്ടുന്നതിന് തുല്യമാണ്. തൂമ്പ കൊണ്ട് മണ്ണ് വെട്ടുന്നതിന് തുല്യമാണ് ബുദ്ധിയിനാൽ ജപിക്കുന്ന ജപം. ആവിയിൽ ജപിക്കുന്ന ജപം ഒരു ബുൾഡോസർ അഥവാ JCB കൊണ്ടുവന്ന്
മാന്തുന്നതിന് തുല്യമാണ്. അപ്പൊ ശ്രദ്ധിക്കണേ, തൂമ്പായിട്ട് മൺവെട്ടിയിട്ട് വെട്ടി നമുക്ക് മണ്ണ് മാറ്റാം. സ്തോത്രം. JCB കൊണ്ട് തോണ്ടിയും മണ്ണ് മാറ്റാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ? ആമൻ. ഒരു മനുഷ്യൻ തൂമ്പ കൊണ്ട് 1 മാസം ഇട്ട് വെട്ടുന്ന വെട്ട് മറ്റവൻ ഒറ്റ ദിവസം കൊണ്ട് തീർക്കും. കരമേർത്തി ഹല്ലേലൂയ പറയും. അതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ബുദ്ധിയാൽ ജപിച്ചു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഭൗതികമായ വിഷയങ്ങൾക്ക് വേണ്ടി മട്ടും ജപിച്ച് 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 നമ്മുടെ നാൾക്കൾ മുടിഞ്ഞു പോകും. എന്നാൽ ആവിയിൽ ജപിക്കുമ്പോൾ കർത്തർ അതൊരു നാളിലേ മുടിക്കാൻ നോക്കും. പുരിയുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയും. ഞാൻ അതൊക്കെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു 3 മക്കള് വന്ന് ഞാൻ കാണിച്ചു തരാമേ. സ്തോത്രം. കുട്ടിഞ്ഞ് വന്നേടാ, കുഞ്ഞിഞ്ഞ് വന്നേ, മുന്നെണീറ്റേ. സ്തോത്രം. ഈ കരുത്തിലെ ജപവും ആവിയിലെ ജപവും തമ്മിലൊരു ഡിഫറൻസ് കാണിച്ചു തരാം. നിങ്ങൾ ഇങ്ങോട്ട് കയറി വന്നേ മക്കളെ. ഓക്കെ. സ്തോത്രം. മോൻ ഇവിടെ സെൻറ്ററിൽ നിൽക്കുക, നീ ഇങ്ങോട്ട് കയറിയടാ. ഇവിടെ ഫ്രണ്ടിൽ ഇങ്ങോട്ട് തിരിഞ്ഞു പാസ്റ്ററെ നോക്കി, എന്നെ നോക്കി നിൽക്കണേ. ഇനി മക്കളെ അതിൻ്റെ ബാക്കിലോട്ട് തന്നു. സ്തോത്രം. ഏറ്റവും ബാക്കിലോട്ട്. ഓക്കെ. ശ്രദ്ധിക്കുക, ഞാൻ ഈ കരുത്തിലെ ജപവും സ്തോത്രം ആവിയിലെ ജപവും തമ്മിലുള്ളൊരു ഡിഫറൻസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇവരെ ഞാൻ വിളിച്ചത്. സ്തോത്രം. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകേണ്ടതിനാണ്, ഒന്ന് ഇലിസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അങ്ങനെ നിന്നോ. സ്തോത്രം. ഇപ്പോൾ ദൈവമക്കളെ, ഞാനിങ്ങനെ എൻ്റെ വഴിയിൽ, എൻ്റെ ജീവിതയാത്രയിൽ ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പം ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പം എൻ്റെ പാതയിൽ ഒരു തടസ്സം വന്ന് നിൽക്കുക. ഒന്നാമത്തെ മതിൽ ഇതൊരു രോഗമാകുന്ന മതിലാകാം. ഓക്കെ. എനിക്ക് ക്യാൻസറോ ഏതാതെ എനിക്ക് താങ്ങ മുടിയാത്ത ഒരു വ്യാധി എൻ്റെ വാഴ്ക്കയിൽ വരികയാണ്. അപ്പം ഞാനിങ്ങനെ സന്തോഷമായി കുടുംബമായി ആനന്ദിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോഴാണ് എൻ്റെ വാഴ്ക്കയെ തടയിടുന്ന ഒരു ക്യാൻസർ വ്യാധി എൻ്റെ മുമ്പിൽ വരുന്നത്. ഇതൊരു മതിലായി നിങ്ങൾ എടുക്കുക. സ്തോത്രം. അപ്പം ഈ ക്യാൻസർ വ്യാധി വന്നപ്പോൾ ഞാൻ എന്നെ ചെയ്യും? എൻ്റെ ബുദ്ധിയിനാൽ ജപിക്കുമ്പോൾ സ്തോത്രം, ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തി ഉപവാസം ഇരിക്കുകയാണ്. ആമേൻ. ഉപവസിച്ച് സ്തോത്രം ഒരു 2-3 ദിവസം ഇരുന്ന്, ആമേൻ, ഭക്ഷണമൊന്നും കഴിക്കാതെ ഇരുന്ന് ഫാസ്റ്റിംഗ് എടുത്ത് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുക, യേശുവേ നീ കുഷ്ഠരോഗികളെ സുഖമാക്കി, ആമേൻ, നീ വ്യാധിയുള്ളവരെ വിടുവിച്ചു, തളർന്നവരെ എഴുന്നേൽപ്പിച്ചു, മരിച്ചവരെ പോലും ഉയർപ്പിച്ച ദൈവമാ, നിനക്ക് കഴിയാത്തൊരു കാര്യമില്ല കർത്താവേ. ദാ എൻ്റെ വാഴ്ക്കയ്ക്ക് തടയായി ഒരു ക്യാൻസർ വ്യാധി വന്ന് നിൽക്കുക, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല കർത്താവേ, എനിക്കൊരു വിടുതൽ തരണേ 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 എന്നും പറഞ്ഞ് ഞാനൊരു 3-4 ദിവസം ഉപവസിക്കുകയാണ്. ഉപവസിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവദാസന്മാരെയും ദൈവമക്കളെയും വിളിച്ച് ആമൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് കടൈസിയിൽ ആമൻ അടുത്ത ദിവസം ഞാൻ പോയി ചെക്ക് ചെയ്യുമ്പോൾ ക്യാൻസർ വ്യാധി എൻ്റെ ഉടമ്പിലില്ല എന്ന് ഡോക്ടർ പറയും അളവിൽ കർത്താവ് എന്നെ സുഖമാക്കി. ഈ ആമൻ ക്യാൻസർ ആകുന്ന മതിലിനെ കർത്തർ ഇടിച്ചു. ആമൻ. ഇരുന്നോ മോനെ, നീ മാത്രം. സ്തോത്രം. അവിടെ ഇരിക്കുക. അല്ലല്ലേ. അപ്പൊ ശ്രദ്ധിക്കണേ, എൻ്റെ മുമ്പിൽ എന്നാ ഉണ്ടായിരുന്നു? ഒരു ക്യാൻസർ ആകുന്ന മതിലുണ്ടായിരുന്നു. സ്തോത്രം. ഞാൻ 3 നാൾ ഉപവസിച്ചു, ജപിച്ചു, ക്യാൻസർ മാറണേ മാറണേ മാറണേ, ഈ മതിൽ മാറ്റിത്താ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് കടൈസിയിൽ യേശു ആ മതിൽ മാറ്റിത്തന്നു. ആമേൻ. ഇനി മതിൽ മാറ്റിക്കഴിഞ്ഞ് ഞാൻ സഭയ്ക്കുള്ള വന്ന് സാക്ഷി പറയുക, ദൈവമക്കളെ, എനിക്ക് കഴിഞ്ഞ വാരത്തിൽ ഇങ്ങനെ ക്യാൻസർ ആകുന്ന ഒരു മതിൽ എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. ഞാൻ ജപിച്ചു, കർത്തർ പെരിയവർ, കർത്തർ ജപത്തെ കേട്ടു, ക്യാൻസറെ മാറ്റിത്തന്നു, ഏസപ്പാവക്ക് സ്തോത്രം എന്നൊക്കെ സാക്ഷി പറഞ്ഞ് സന്തോഷത്തോടെ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ കുറച്ചുകൂടെ വലിയൊരു മതിൽ പിന്നെ കരമേർത്തി ഹല്ലേലൂയ പറയാം. പിന്നെ നിരാശ. ഇതെന്ത് മതിലാ? ഇത് കടപ്രശ്നമാകുന്ന ഒരു മതില്. ആദ്യത്തെ ഏത് മതിലാ? ക്യാൻസർ ആകുന്ന മതിൽ. അത് ജപിച്ച് ഉപവസിച്ച് അതൊക്കെ വിടുതലായി സാക്ഷിയും പറഞ്ഞപ്പോഴാണ് അത് അതിൻ്റെ അടുത്തൊരു മതിൽ വന്ന് നിൽക്കുക. അപ്പം ഞാൻ പിന്നെ എന്നെ ചെയ്യും? വീണ്ടും ഞാൻ അടുത്ത് 21 ഇരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. പിന്നെ നമ്മൾ ഇരിക്കുക. ആമേൻ. കർത്താവേ, ക്യാൻസർ ആകുന്ന മതിൽ വന്നപ്പോൾ നീ എന്നെ പാതുകാത്തു, നീ എന്നെ വിടുവിച്ച നല്ല ദൈവമാണ്, ഞാൻ നിനക്ക് നന്ദി പറയുന്നു യേശുപ്പച്ച. കർത്താവേ, എൻ്റെ മുമ്പിൽ ഇതാ വലിയ കടപ്രശ്നമാകുന്നൊരു മതിൽ നിൽക്കുകയാണ്. എരിഹോ മതിലിനെ ഇടിച്ചിട്ട് അങ്ങേക്ക് ഈ പ്രശ്നത്തെയും ഇടിച്ചിടാൻ കഴിയുമല്ലോ കർത്താവേ, എൻ്റെ കടപ്രശ്നത്തെ മാറ്റിത്താപ്പ. പിന്നെ ഞാൻ പ്രാർത്ഥിച്ച് 10-21 ദിവസം ഇരുന്ന് കരഞ്ഞ് ദൈവം എനിക്കൊരു നീക്കുപോക്ക് തന്നു.
തന്നു. സ്തോത്രം. ഈ കടപ്രശ്നമാകുന്ന മതിലേയും കർത്തർ ഇടിച്ചു തന്നു. മോൻ അവിടെ ഇരി. പിന്നെ ഞാൻ സാക്ഷി പറയുക ദൈവമക്കളെ, സ്തോത്രം. കഴിഞ്ഞ വാരത്തിലും ഞാൻ ഒരു വലിയ പ്രശ്നത്തിലൂടെ കടന്നുപോയി. കടപ്രശ്നമായിരുന്നു. ഞാൻ എന്നെ മുടിച്ചെന്നാണ് ഞാൻ വിചാരിച്ചത്. കർത്തരുടെ സമൂഹത്തിൽ ഞാൻ ജപിച്ച് കർത്തർ എനിക്കൊരു വിടുതലെ കൊടുത്തു, ഒരു നീക്കുപോക്കെ തന്നു. ആ പ്രശ്നത്തെ കർത്തർ മാറ്റി. ഹല്ലേലൂയ എന്ന് സാക്ഷി ചൊല്ലി മുന്നോട്ട് പോകുമ്പോൾ അതിനേക്കാളും വലിയൊരു മതിൽ വേറെ പുരിയുന്ന உங்களுக்கு കൈ ഉയർത്തി കർത്തർക്ക്. നിങ്ങളൊരു 10 കൊല്ലം തിരുമ്പി നോക്ക്. ഒരു പ്രശ്നം മാറുമ്പോൾ അടുത്തത്, അത് മാറുമ്പോൾ അടുത്തത്. അപ്പടിയല്ലേ നമ്മുടെ വാഴ്ക്കൈ? സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഇത് നമ്മുടെ കരുത്തിനാലുള്ള ജപം. ഇങ്ങനെ ജപിച്ചാൽ എന്നെ കുഴപ്പമെന്നറിയോ? ഇങ്ങനെ പ്രശ്നം മാറാൻ ജപിച്ച് കടൈസിയിൽ നമ്മുടെ മൂക്കി പഞ്ഞി വെച്ച് നമ്മൾ പെട്ടിക്കുള്ളേ പോവും. അല്ലാതെ കർത്തർക്കായി ഭയപ്പെടുത്തപ്പെടത്തൊന്നുമില്ല. ചേർന്ന ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഇവിടെ കടപ്രശ്നം മാറിയാലും ക്യാൻസർ വ്യാധി മാറിയാലും 10 കോടി കിട്ടിയാലും എല്ലാം മരിക്കുമ്പം ഇവിടം കൊണ്ട് തീരും. കർത്തർക്കായി പരലോകത്തിൽ പ്രത്യേകം ഒന്നും കിട്ടില്ല. കൈ ഉയർത്തി ഹല്ലേലൂയ പറയാം. ഇതാണ് കരുത്തിനാലുള്ള ജപം. കരുത്തിനാലുള്ള ജപം നമ്മുടെ ഈ എന്താ പറയുക, ശരീരത്തിക്ക് കൂടിയ വിടുതലുക്ക് മാത്രമായി ജപിച്ച് നാൾക്കൾ മുടിഞ്ഞു പോകും. ആവിയിലെ ജപം എന്നതാണെന്ന് പറഞ്ഞു തരാം. ഒരു മുறை കൂടെ എഴുന്നേറ്റ് മക്കളെ. സ്തോത്രം. ആവിയിലെ ജപം എന്നതാണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ വിഷയത്തിന് മുമ്പേ ഞാൻ വരികയാണ്. സ്തോത്രം. അതൊക്കെ മുമ്പ് ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ചേച്ച് നമുക്കിതിലേക്ക് വരാം. നിങ്ങൾ ഇവിടെ നിന്നോ. സംഗീത പുസ്തകം 18-ാം അധികാരം 29-ാമത് വചനം. ഓക്കെ, അന്തവസനം കൂടി നമുക്ക് ഒരു മുറയോട് വാസിക്കാം. സംഗീത പുസ്തകം 18-ാം അധികാരം 29-ാമത് വാക്യം എല്ലാവരും എടുക്കുക. സ്തോത്രം. സംഗീതം 18-ാം അധികാരം 29-ാമത് വാക്യം. ഓക്കെ, എടുത്തെന്ന് വിശ്വസിക്കുന്നു. 1 2 3 സ്റ്റാർട്ട്. വായിച്ചേ. ഒന്നുകൂടെ ഉറക്കെ വായിച്ചേ. കൈ ഉയർത്തി കർത്തർക്ക് മഹിമയെ കൊടുக்கலாம். ഹല്ലേലൂയ. സ്തോത്രം. ശ്രദ്ധിക്കുക. ഇനി ആവിയിലെ ജപത്തിൻ വിശേഷം എന്നതാന്ന് പറയാം. ഇപ്പോ ഞാൻ ഈ മുതലാവത് എൻ്റെ ക്യാൻസർ മതിലിനു മുൻപിൽ, മുതലാവത് പ്രശ്നത്തിന് മുമ്പിൽ ഞാൻ വന്നപ്പോ ഞാൻ കരുത്തിലല്ല, ആവിയിലാണ് ജപിക്കുന്നത്. ആവിയിൽ ജപിക്കണമെങ്കിൽ എന്നെ വേണം? അന്യഭാഷ വേണം. കൈ ഉയർത്തി ഹല്ലേലൂയ പറയാം. പരിശുദ്ധാവി നിറവ് വേണം, അന്യഭാഷ വേണം. അപ്പോൾ പരിശുദ്ധാവിനാൽ നിറപ്പപ്പെട്ട് മുതലാവത് പ്രശ്നത്തിന് മതിലിന് മുമ്പിൽ വന്നപ്പോൾ ഞാൻ അന്യഭാഷയിൽ ജപിക്കുമ്പോൾ ഷിൻഡോ എന്ന എൻ്റെ ബുദ്ധിയല്ല, ആവിയാണവർ എൻ്റെ ആവിയോട് ചേർന്നാണ് ജപം നടക്കുന്നത്. അതേക്കുറിച്ച് നിങ്ങൾക്ക് തെരിയുമോ? റോമാലേഖനത്തിൽ അപ്പടി വാക്യമുണ്ട്. സ്തോത്രം. റോമാലേഖനം നമുക്കത് അന്തവസനം കൂടി ഒന്ന് എടുക്കാമോ? റോമാലേഖനം 8-ാം അധികാരം അതിനുടെ 16-ാമത് വചനം. എല്ലാവരും ആ വാക്യം കൂടി ഒന്ന് എടുത്തുള്ളൂ. ആവിയിലെ ജപത്തിൻ്റെ ആ വിശേഷം നിങ്ങൾ മനസ്സിലാക്കിയ എല്ലാവരും അഭിഷേകത്തെ ഭയപ്പെടുത്തും. ഓക്കെ, ഒന്നുകൂടെ ഒന്ന് വായിച്ചു. റോമാലേഖനം 8-ാം അധികാരം 16-ാമത് വാക്യം. മുതലാവത് വായിക്കണേ. 16-ാമത് വാക്യം. 1 2 3 സ്റ്റാർട്ട്. വായിച്ചേ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ആവിയാണവർ താമേ, അത് പരിശുദ്ധാവി നമ്മുടെ ആവിയോട് കൂടി. അപ്പോൾ ഈ ആവിയിൽ ജപിക്കുമ്പോൾ നമ്മുടെ ആവിയും ദേവ ആവിയും ഇണയുന്നതാണ് ജപം. കരമുയർത്തി ഹല്ലേലൂയ പറയും. അവിടെ നമ്മുടെ ബുദ്ധിക്ക് അത് മനസ്സിലാവില്ല. സ്തോത്രം. അതുകൊണ്ടാണ് അന്യഭാഷയിൽ ആരാധിക്കുന്നത് ബുദ്ധിക്ക് മനസ്സിലാവില്ലാത്തത്, ആർക്കും ഇതിൻ്റെ അർത്ഥം അറിയാത്തത്. ഇനി റോമാലേഖനം തന്നെ 8-ാം അധികാരം 26 27 രണ്ട് വാർത്തകൾ കൂടെ വായിക്കണം. റോമാലേഖനം 8-ാം അധികാരം 26 27. 1 2 3 സ്റ്റാർട്ട്. വായിച്ചോ. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറയാം. ഇന്ന വാക്യത്തിൽ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. നമുക്ക് എങ്ങനെയാ ജപിക്കേണ്ടതെന്ന് നമുക്ക് തന്നെ അറിയില്ല. അതുകൊണ്ട് ആവിയാണവർ വാക്കക്കടങ്ങാത്ത
പെരുമൂച്ചുകളോടെ നമുക്കായി വേണ്ടുதல் செய்யும். കൈ ഉയർത്തി ഹല്ലേലൂയ പറയാം. അപ്പോൾ അന്യഭാഷയിൽ നിങ്ങൾ ജപിക്കുമ്പോൾ ഉങ്ങളുടെ കരുത്തല്ല, ആവിയാണ് ജപിക്കുന്നത്. അപ്പോൾ എൻ്റെ വാഴ്ക്കയിൽ ഒന്നാമത്തെ മതിലിന് മുമ്പിൽ ഞാൻ വരുമ്പോൾ, സ്തോത്രം, എൻ്റെ ബുദ്ധിയിൽ ജപിക്കുമ്പോൾ ഈ മതിൽ മാറ്റണേ മാറ്റണേ എന്നാ ജപം. എന്നാൽ ആവിയിൽ ജപിക്കുമ്പോൾ പരിശുദ്ധാവിയാ ജപിക്കുന്നത്. പരിശുദ്ധാവി എപ്പിടി ജപിക്കുമെന്ന് തെരിയുമാ? പിതാവാം ദേവനെ, ഷിൻഡോയുടെ വാഴ്ക്കയ്ക്ക് തടയായി ഒരു ക്യാൻസർ എന്ന മതിൽ അവനക്ക് മുമ്പേ നിൽക്കുന്നുണ്ട്. അത് അവന് കൊഞ്ചം കഷ്ടമാണ്. സ്തോത്രം. അവൻ്റെ വാഴ്ക്കയിൽ മുന്നേറതற்கு അതൊരു തടയാണ്. സ്തോത്രം. അവൻ എങ്കിലും പിതാവേ, இந்த ക്യാൻസർ വ്യാധിയെ നീങ്ക ജസ്റ്റ് ഇടിച്ചു മാറ്റിയാലും കാര്യമില്ല. അത് കഴിയുമ്പോൾ തൊട്ടപ്പുറത്തൊരു കടപ്രശ്നത്തിൻ മതിൽ നിൽക്കുന്നുണ്ട്. അത് ഇടിച്ചു മാറ്റിയാലും അതിനപ്പുറത്ത് കുടുംബ തകർച്ചയുടെ വേറൊരു മതിൽ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഷിൻഡോയുടെ ആശ അവന് മുമ്പിലുള്ള ക്യാൻസർ മതിൽ ഇടിയണമെന്നാണെങ്കിലും ദേവനെ അത് ഇടിക്ക വേണ്ട, അതിനെ താണ്ടുവതற்கு ഇവന്റെ കാലെ ഒന്ന് അഭിഷേകം ചെയ്യണം. കൈ ഉയർത്തി കർത്തർക്ക് മഹിമ കൊടുക്കും. പുരിയതാ ഇന്ത മതിലെ എന്നെ ചെയ്യണം? താണ്ടുവതற்கு, ചാടിക്കടക്കുവതற்கு. അതിനാലാണ് 18ാമത് സംഗീതം 29ാമത് വചനം ഞാൻ വായിപ്പിച്ചത്. സ്തോത്രം. അവിടെ നമ്മൾ എപ്പോഴാ വായിച്ചേ? ഒന്ന് വായിച്ചേ. നിന്നാൽ ഒരു സേനയ്ക്കുൾ, അടുത്തത് മതിലെ താണ്ട്. ഈ മതിൽ ഇടിക്കുന്നതും താണ്ടുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താ? മതിൽ ഇടിച്ചു കഴിഞ്ഞാ, ഈ മതിൽ ഇടിച്ച അടുത്ത മതിലിന് മുൻപിൽ വരുമ്പോഴും ഞാൻ ആഗ്രഹിക്കും ഇടിച്ചു മാറ്റണം. ആ മതിൽ വരുമ്പോൾ ഇടിച്ചു. മതിൽ ചാടാൻ പഠിച്ചാൽ എന്താ ഗുണം? സ്തോത്രം. ഈ മതിൽ ചാടുന്ന എനിക്ക് ഇതും ചാടാൻ പ്രശ്നമൊന്നുമില്ല. സ്തോത്രം. ഇത് ചാടിക്കിടക്കുമ്പോൾ എനിക്ക് കോൺഫിഡൻ്റ് ആകും. 2 മതിൽ ചാടാൻ എൻ്റെ കാലുകൾക്ക് കൃപ തന്ന ദൈവം ഈ മതിൽ ചാടാനും എനിക്ക് കൃപ തരും. കരമയുയർത്തി ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ കാലേബൊക്കെ വിളിച്ചു പറയുന്നത് വാർദ്ധക്യത്തിലും ആ മല വെട്ടിപ്പിടിക്കാൻ ഇപ്പോഴും കർത്തർ എന്നെ ബലപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അപ്പോൾ അവൻ കരുത്തിൽ ജപിക്കുന്ന ജപം മതിൽ ഇടിക്കണം 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 എന്നുള്ള ജപമാണെങ്കിൽ, ആവിയിൽ ജപിക്കുന്ന ജപം മതിലെ ചാടിക്കടക്കാൻ കാലുകൾ ബലം പ്രാപിക്കുന്നതാ. അപ്പടി ബലം പ്രാപിച്ചാൽ ഈ 10 കൊല്ലം കൊണ്ട് ചെയ്യുന്നത് 10 മിനിറ്റിൽ താണ്ടുവാൻ കർത്തർ ഉന്നെ ബലപ്പെടുത്തും. പുരിയുന്നവർ ഉത്സാഹമാ കൈ അടിച്ച്. അതുകൊണ്ട് ആവിയിൽ ജപിക്കുന്നവർക്ക് റിബൽ ഘടകം ഇന്ന് പകൽക്കാല കൃപയെ മേടിക്ക്. റിമന ഘടകം എൻ കരുത്തിൽ അല്ലാണ്ടവരെ ആവിയിൽ ജപിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണം. ആവിയിൽ ജപിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണം. അന്യഭാഷയുള്ളവർ അന്യഭാഷ ബേസ് ജപിച്ചാട്ടെ. അന്യഭാഷകൾ ഇല്ലാത്തവർ ഹല്ലേലൂയ പാടി. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രമാണ്ടവരെ ചേർന്ന് കർത്താവിന് മഹിമയെ കൊടുക്കാം. ദൈവമക്കളെ, എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പൻ ഭയങ്കര കുടിയനായിരുന്നു. സ്തോത്രം. 2010 പരിശുദ്ധാവി എന്നോട് ഇപ്പടി ചൊല്ലി, നിന്നെ ഞാൻ ഊഴിയത്തിൽ ഭയപ്പെടുത്തുവതற்கு ടൈമായി. ഈ ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് മുടിക്കാം. ഓക്കെ, എന്നിട്ട് ബാക്കി നമുക്ക് രാത്രി അഭിഷേകത്തൊക്കെയായി ജപിക്കാം. അപ്പം ഈ അഭിഷേകം പെട്ടുകൊള്ളണമെന്ന് ഇങ്ങനെ പറയുന്നതിൻ്റെ കാര്യം, இந்த അഭിഷേകം വന്നാലേ ആവിയിൽ ജപിക്ക മുടിയൂ. ആവിയിൽ ജപിച്ചാലേ ബുദ്ധിയും ചിന്തകൾ ഉടയൂ. ഫേസ്ബുക്കും വാട്സപ്പും ഇന്റർനെറ്റ് യൂട്യൂബ്, ഞാൻ പറഞ്ഞില്ലേ ഒത്തിരി പേര് ബന്ധനത്തിലാ. ഈ വേരൊക്കെ അറുക്കണമെങ്കിൽ അഭിഷേകം നിനക്കുള്ള വെളിപ്പെടണം. പുരിയുന്നവർ കൈ ഉയർത്തി കർത്താവിന് മഹിമയെ കൊടുക്കാം. സ്തോത്രം. ആമേൻ. ദേവ ആവിയാണവർ നമ്മളെ കൺട്രോൾ ചെയ്യണമെങ്കിൽ പരിശുദ്ധാവി നിറവ് നമുക്കുള്ള വരണം. അപ്പടിയാകുമ്പോൾ ആ ചിന്തയൊക്കെ മാറത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, 2010 കർത്തരുടെ ആവിയാണവർ എന്നോട് ഇടപെടുകയാണ്. പിള്ളയെ, നിന്നെ ഞാൻ ഊഴിയത്തിൽ ആമേൻ സ്തോത്രം അനേക ഇടങ്ങളിലേക്ക് അയക്കുന്നവർക്കുള്ള ടൈമേ വന്നിരിക്കുക, അയക്കാനുള്ള സമയം വന്നിരിക്കുന്നു. 2003 ഞാൻ ഊഴിയത്തിൽ ഇറങ്ങിയത്. 2010 ആവിയാണവർ ഇടപെടുന്നത്. ഊഴിയത്തിൽ ഭയപ്പെടുത്തുവർക്കുള്ള ടൈം എത്തി. നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, എന്നും കാലയിൽ എഴുന്നേറ്റ് ജപത്തോടെ എന്നോട് പാദപീഠ ഇരിക്കാൻ പരിശുദ്ധാവി പേസുകയാണ്. സ്തോത്രം. അങ്ങനെ എന്നും രാവിലെ 4 മണിക്ക് ഞാൻ എഴുന്നേറ്റ് എൻ്റെ വീട്ടുക്കുള്ളേ കൈ തട്ടി
ഇങ്ങനെ അന്യഭാഷയിൽ ജപിച്ചു കൊണ്ടിരിക്കാൻ തുടങ്ങി. അപ്പം എൻ്റെ പപ്പ കുടിയനാ. പപ്പ കുടിച്ചേച്ച് വന്നിട്ട് എൻ്റെ മുഖത്ത് തുപ്പും, എന്നെ അടിക്കും, ഷർട്ടെ പിടിച്ച് വലിക്കും. സ്തോത്രം. അപ്പം എനിക്ക് കരച്ചിൽ വന്നു. ഞാൻ പറഞ്ഞ കർത്താവേ, രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ ഈ അപ്പൻ വന്ന് അടിക്കുന്നു, തുപ്പുന്നു, ഉപദ്രവിക്കുന്നു, എനിക്ക് ജപിക്കാൻ ഒരു ഇടമില്ലല്ലോ കർത്താവേ എന്ന് പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞു പ്രാർത്ഥിച്ചു. സ്തോത്രം. അന്ന് മധ്യാഹ്നത്തിൽ അരി മേടിക്കാൻ റേഷൻ കടയിലേക്ക് പോകുമ്പോൾ, ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോടത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തെന്ന് തോന്നുന്നു. റേഷൻ കടയിലേക്ക് അരി മേടിക്കുവാനായിട്ട് ഞാൻ പോകുന്ന ടൈമിലാണ്, സ്തോത്രം, ദൈവമക്കളെ, ഒരു ചെറിയാൻ എന്ന് പറയുന്ന ഈ TV ഒക്കെ നന്നാക്കുന്ന ഒരു സഹോദരനുണ്ട്, ഇലക്ട്രോണിക്സ് വർക്ക് ചെയ്യുന്ന ഒരു ബ്രദറാണ്. അപ്പോൾ ഈ റേഷൻ കട ഇരിക്കുന്നതിനോട് ചേർന്ന് പുള്ളി TV ഒക്കെ റിപ്പയർ ചെയ്യുന്ന ഷോപ്പുണ്ട്. അപ്പോൾ ഈ സഹോദരൻ ഒരു വിശ്വാസിയാണ്. ഇദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറയുവാണ്, ദൈവദാസനെ, എൻ്റെ വീടിനോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ ഞാൻ ഒരു മുറി പണിതിട്ടിട്ടുണ്ട്. നിങ്ങളിപ്പം നാട്ടിൽ ഊളിയത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ വീട്ടിൽ എന്നും കാലയിൽ വാ, നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാമെന്ന് അയാൾ എന്നോട് ഇങ്ങോട്ട് പറയുക. അപ്പം ഞാൻ കരഞ്ഞുപോയി. കാരണം അന്ന് രാവിലെയാണ് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചപ്പം അപ്പൻ എന്നെ അടിച്ചതും തുപ്പിയതൊക്കെ. സ്തോത്രം. എവിടെ പ്രാർത്ഥിക്കുമ്പം ദൈവമേ എന്നിങ്ങനെ ദൈവത്തോട് പറഞ്ഞപ്പോഴാണ് ഇതൊന്നും അറിയാതെ ഉച്ചയായപ്പോൾ ഒരു ബ്രദർ ഇങ്ങോട്ട് വിളിച്ച് പറയുക, എൻ്റെ വീടിനോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ ഒരു മുറി ആയത്തം ചെയ്തിട്ടുണ്ട്, കാലയിൽ വാ, ചേർന്ന് ജപിക്കാമെന്ന്. അങ്ങനെ ഞാൻ എന്നും രാവിലെ 4 മണിയാകുമ്പോൾ എഴുന്നേക്കും. എൻ്റെ വീട്ടിൽ നിന്ന് 2.5 കിലോമീറ്റർ ഉണ്ട് ചെറിയാൻ ബ്രദറിൻ്റെ വീട്ടിലേക്ക്. അങ്ങനെ 4 മണിക്ക് എഴുന്നേറ്റ് ചെറിയാൻ ബ്രദറിൻ്റെ വീട്ടിൽ പോയി 5 മണി വരെ ഇതുപോലെ കൈയടിച്ച് അന്യഭാഷയിലിരുന്ന് പ്രാർത്ഥിക്കും. വേറെ ഒന്നും പറയത്തില്ല, അന്യഭാഷ മാത്രം പറഞ്ഞ് കരമടിച്ച് ആരാധിക്കും. ഒരു 20 മിനിറ്റ്, ആദ്യത്തെ ഒരു 20 മിനിറ്റ്സ് ഒക്കെ ശരീരമൊക്കെ ഇച്ചിരി ക്ഷീണോ തൂക്കമൊക്കെ പോലെ ഇരിക്കും. പക്ഷേ അത് കഴിയുമ്പം ദൈവശക്തി ഇറങ്ങും. ഹല്ലേലൂയ. അങ്ങനെ 5 മണി വരെ കൈയടിച്ച് അവിടെ ഇരുന്ന് ആരാധിക്കും. 5 മണി മുതൽ 5:30 വരെ ദേശങ്ങൾക്ക് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കും. 5:30 മുതൽ 6 മണി വരെ വചനം വായിക്കും. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വരുമ്പോഴേക്കും എന്നെ 2-3 പേര് അന്നത്തെ ദിവസം വിളിക്കും. പാസ്റ്റർ ഷിൻഡോയാണോ? അതെ. ഇന്നവർ നമ്പർ തന്നതാ, പാസ്റ്ററെ ഒന്ന് പ്രാർത്ഥിക്കുമെന്ന് ചോദിക്കും. അപ്പം ഈ കാലയിൽ ജപിക്കുന്ന സമയത്ത് പരിശുദ്ധാവി കാണിച്ച ദർശനങ്ങളും വെളിപ്പാടുകളും ഞാൻ ഈ വിളിക്കുന്നവരോട് പറയും. അപ്പം അവർ പറയും, പാസ്റ്ററെ, നിങ്ങൾ പറഞ്ഞ ആ വെളിപ്പാടാണ് ഞങ്ങൾ പോകുന്ന പ്രശ്നം. സ്തോത്രം. നിങ്ങൾക്ക് എപ്പോഴാണ് സമയം? ഞങ്ങളുടെ വീട് വരെ ഒന്ന് വരുമോ? ഒരു വാർത്ത ജപിക്കുമോ എന്ന് ഈ ആളുകൾ ചോദിക്കാൻ തുടങ്ങി. കരമേറിയ കർത്താവിന് മഹത്വം കൊടുക്കാം. അങ്ങനെ പ്രിയപ്പെട്ട ദൈവമക്കളെ, സ്തോത്രം, ഞാൻ ഈ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, 2 കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെയാണ് ആദ്യകാലങ്ങളിൽ പ്രയാണം ചെയ്തുകൊണ്ടിരുന്നത്. സ്തോത്രം. അവിടെയൊക്കെ കർത്തരുടെ ക്രിയ വെളിപ്പെടാൻ തുടങ്ങിയപ്പോൾ 2-3 കുടുംബങ്ങൾ ചേർന്ന് പിന്നീട് 5-10 പേരുള്ള ചെറിയ സഭകൾ ഒക്കെ ഊളിയത്തൊക്കെ വിളിക്കാനായി തുടങ്ങി. അങ്ങേ കർത്തരുടെ ക്രിയ വെളിപ്പെടാൻ തുടങ്ങിയപ്പോഴാണ് 500, 1000, 10,000 കൺവെൻഷനുകളും യൂത്ത് ക്യാമ്പുകളും അതുപോലെ 10, 14, 20, 30 സഭകളൊക്കെ ചേർന്നുള്ള പാസ്റ്റേഴ്സ് കോൺഫറൻസുകളും എല്ലാത്തിനും പിന്നീട് അളയിപ്പ് വരാൻ തുടങ്ങി. അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നത്, എന്ന് അതികാലയിൽ ഞാൻ അന്യഭാഷയിലെ ജപം തുടങ്ങിയോ അന്ന് മുതൽ എൻ്റെ ഊളിയം പുറത്തു വരികയാണ്. കരമേർത്തി കർത്താവിന് മഹിമ കൊടുക്കുക. സ്തോത്രം. ഇനി ഞാൻ ഇങ്ങനെ ജപിച്ചൊരു 2.5 വർഷം കഴിഞ്ഞപ്പോൾ പരിശുദ്ധാവി എന്നിടത്തിൽ പറഞ്ഞു, ഇനി നീ നിന്റെ വീട്ടിക്കുള്ളേ ജപിച്ചു തുടങ്ങണം. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവേ, വീട്ടിൽ ജപിച്ചു കഴിഞ്ഞാൽ അപ്പൻ ഇങ്ങനെ അടിക്കാൻ വരുമല്ലോ. അപ്പം എന്നോട് കർത്താവ് പറഞ്ഞു, അപ്പനെ ഞാൻ തൊടാനുള്ള കാലമായി, നീ അപ്പന് വേണ്ടി ധൈര്യമായിട്ട് ജപിക്ക് എന്ന് പരിശുദ്ധാവി ഒരു ധൈര്യം തന്നു. അങ്ങനെ ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിൽ വന്ന് കാലയിൽ 4 മണിക്ക് എഴുന്നേറ്റ് ഇതുപോലെ അന്യഭാഷ പറഞ്ഞ് ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ അപ്പ പിന്നെയും കുടിച്ച് പാമ്പാടുന്നത് പോലെ വന്ന് എന്നെ തുപ്പുകയാണ്, വീണ്ടും അടിക്കുകയാണ്, പച്ചത്തെറി വിളിക്കുകയാണ്. പക്ഷേ 2.5 കൊല്ലം ഞാൻ അന്യഭാഷയിൽ ജപിക്കുമ്പോൾ ഇന്ന് നമ്മൾ വായിച്ച വസനം പോലെ ഈ മതിൽ താണ്ടാനുള്ള ബലം കർത്തർ തന്നിരുന്നു. കൈ ഉയർത്തി ഹല്ലേലൂയ പറയും. നിങ്ങൾക്കറിയോ, ആദ്യ നാളുകളിൽ അപ്പ എന്നെ അടിക്കുമ്പം തുപ്പുമ്പം, സ്തോത്രം, എനിക്ക്
മനസ്സിന് വിഷമമായിരുന്നു. എന്നാൽ ആവിയിൽ ജപിച്ച് വരവേ, സ്തോത്രം, ഇതിനെ അതിജീവിക്കുവാനുള്ള ഒരു ധൈര്യം, ഒരു ബലം കർത്തർ മനസ്സുക്കുള്ളേ തന്നു. കൈ ഉയർത്തി ദൈവത്തിന് മഹിമ കൊടുക്കുക. അതിനെ താണ്ടുവതർക്കുള്ള ബലത്തെ കർത്തരുടെ ആവിയാണ് അവർ തന്നു. എന്നിട്ട് നടന്നത്, ഒരു ദിവസം ഇതുപോലെ അപ്പ കുടിച്ച് അടിക്കാൻ വന്നപ്പോ പരിശുദ്ധാവിയുടെ പ്രേരണയാല് ഞാൻ പറഞ്ഞു, പപ്പ, നിങ്ങൾ എന്നെ അടിക്കാൻ പൊക്കിയ കൈ, ഈ കൈ കൊണ്ട് പപ്പ ബൈബിൾ ഉയർത്തി, സ്തോത്രം, ആമേൻ, അവിടെ ഇരിക്കുക, ബൈബിൾ ഉയർത്തി, സ്തോത്രം, കർത്താവിനെ ആരാധിക്കുന്ന ദിവസം വരുമെന്ന് പറഞ്ഞു. സ്തോത്രം. ഉടനെ അപ്പൻ എന്നെ പച്ചത്തെറി വിളിക്കുക. ഞാൻ ബൈബിൾ എടുക്കും, അല്ലേടാ നിന്റെ നശിച്ച ബൈബിൾ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ തെറി വിളിക്കാനും ബഹളം വയ്ക്കാനും തുടങ്ങി. സ്തോത്രം. ഉടനെ ഞാൻ പറഞ്ഞു, അപ്പ, ഇന്നെന്നെ തെറി വിളിച്ച നാക്കുകൊണ്ട് പപ്പ സ്തോത്രം പറയും എന്ന് പറഞ്ഞു. കരമുയർത്തി ഹല്ലേലൂയ പറയും. കുടിയനെ നോക്കി, തെറി വിളിക്കുന്നവനെ നോക്കി സ്തോത്രം പറയുന്നൊക്കെ പറഞ്ഞാ പിന്നെ എന്നെ ഒക്കെ കേൾക്കേണ്ടി വരുമെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. എന്നെ അടിക്കാനായിട്ട് പാഞ്ഞു വരിക, കുടിച്ചിട്ടുണ്ട് ശരിക്ക്. അടിക്കാൻ പാഞ്ഞു വന്നപ്പോൾ പരിശുദ്ധാവിനോടൊരു ബലം എനിക്ക് വന്നു. ഞാൻ കെട്ടി അങ്ങ് പിടിച്ചു. സ്തോത്രം. കെട്ടിപ്പിടിച്ചിങ്ങനെ ഞാൻ ലോക്ക് ചെയ്ത് പിടിച്ചിട്ട് അന്യഭാഷയിൽ പേശാൻ തുടങ്ങി. സ്തോത്രം. അപ്പൻ അന്യായ ഭാഷ പറയും, ഞാൻ അന്യഭാഷ പറയും. അപ്പൻ എത്രത്തോളം ഉച്ചത്തിൽ പച്ചത്തെറി വിളിക്കുമോ അതിനേക്കാൾ ഉച്ചത്തിൽ ഞാൻ അന്യഭാഷ പറയും. വിടട എന്നും പറഞ്ഞുകൊണ്ടാണ് പിന്നെ പച്ചത്തെറിയാ വിളിക്കുന്ന മൊത്തം. സ്തോത്രം. ഈ തെറി വിളിക്കുന്നതിനേക്കാളും ഉച്ചത്തിൽ ഞാൻ അന്യഭാഷ പറയാൻ തുടങ്ങി. ഇത് കേട്ട് മമ്മിയൊക്കെ ഭയന്ന് ഓടി വന്നു. പക്ഷേ അത് പരിശുദ്ധാവി നിയോഗത്തിൽ ചെയ്തതാ. ദൈവമക്കളെ, 5 നിമിഷം ഞാൻ അന്യഭാഷ ഉച്ചരിച്ചപ്പോഴേക്കും അപ്പൻ്റെ മേലുള്ള പിശാചിൻ ആവികൾ ഇളകി. സ്തോത്രം. നിങ്ങൾക്കറിയൂ, അപ്പ ഒരു മീൻ കയ്യിൽ നിന്ന് വഴുതി വീഴുന്നത് പോലെ ബോധമറ്റെൻ്റെ കയ്യിൽ കീഴ വീണു. പപ്പായെ പ്രാർത്ഥിച്ചു തൂക്കിയെടുത്ത് കട്ടിലേക്ക് കിടത്തി. ഈ സംഭവം കഴിഞ്ഞ് അധിക ദിവസങ്ങൾക്കുള്ളിൽ എൻ്റെ അപ്പൻ ബൈബിൾ എടുത്തു. ഹല്ലേലൂയ. എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല അത്. ഒരു ദിവസം കാലയിൽ ഞാൻ എഴുന്നേറ്റ് റെഡിയായി മീറ്റിങ്ങിന് പോകാൻ തുടങ്ങുമ്പോൾ അപ്പൻ മുണ്ടൊക്കെ മാറി കുളിച്ച് ഷേവൊക്കെ ചെയ്ത് കുട്ടപ്പനായി വന്ന് ഫ്രണ്ടിൽ ഇരിക്കുക. ഞാൻ ചോദിച്ചു, എവിടെ പോവാ? അന്നേരം പറയും, മോനെ, ഇന്ന് മുതൽ ഞാനും നിൻ്റെ കൂടെ ആരാധനയ്ക്ക് വരിക. എനിക്കിപ്പോഴും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക. ഈ പിശാചിൻ്റെ ആവി ഇരിക്കുന്നതുകൊണ്ടാ അതങ്ങ് വിട്ടുപോയപ്പം സ്തോത്രം ആൾ ഓക്കെ ആയി ചേർന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കുക. സ്തോത്രം. അപ്പം പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ബൈബിളൊക്കെ എടുത്ത് കയ്യിലും വെച്ചുകൊണ്ട് ആൾ വന്നിരിക്കുക. അങ്ങനെ. എന്നാലും എനിക്കൊരു സംശയം, ഇവരെ ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ലല്ലോ. 2 ആഴ്ച വന്നേച്ച് പിന്നെ ഇവർ ചിലപ്പോൾ പഴയ പണിക്ക് പോകും, നമ്മളെ വീണ്ടും നാണം കെടുത്തും. അപ്പം അതുകൊണ്ട് ഞാൻ കൊണ്ടുപോയി. എന്നാലും ഒത്തിരി ഹൃദയത്തിൽ സന്തോഷിക്കാനൊന്നും പോയില്ല. ഗുണപ്പെട്ടോന്ന് ശരിക്കൊന്ന് നോക്കട്ടെ എന്ന് ഞാനും കരുതി. 1 കൊല്ലം ആകുന്നതിന് മുമ്പ് അപ്പൻ പറഞ്ഞു, എടാ മോനെ, എനിക്ക് സ്നാനം ഏൽക്കണം, ജ്ഞാനസ്നാനം എടുക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, സ്നാനം ഒന്നും ഇപ്പം എടുക്കണ്ട, അവിടെ നിൽക്ക്, അത് ഞാൻ പറയുമ്പോൾ എടുത്താൽ മതി എന്ന് പറഞ്ഞു. ഉടനെ പറയുക, ഞാൻ നരകത്തിൽ പോയാൽ നീയാണ് ഉത്തരവാദി. അപ്പം എനിക്ക് മനസ്സിലായി, ഗുണപ്പെട്ട് കാണും. കരമുയർത്തി ഹല്ലേലൂയ പറയാം. അത് പറയാം, നമുക്ക് പോയി സ്നാനപ്പെടാം എന്ന് പറഞ്ഞ് അപ്പായെ കൊണ്ടുപോയി സ്നാനപ്പെടുത്തി. എന്നെ അടിക്കാൻ പൊക്കിയ കൈ കൊണ്ട് ഈ ബൈബിൾ ഉയർത്തിക്കൊണ്ട് അന്ധദേശത്ത് തന്നെ അപ്പൻ കുടിച്ച് വഴിയെ കിടക്കുമായിരുന്നു. ഞാൻ ഊളിയത്തേക്ക് ഇറങ്ങി 12 വർഷം എൻ്റെ നാട്ടുകാർ എന്നെ നോക്കി ക്വസ്റ്റ്യൻ ചോദിക്കുമായിരുന്നു. നീ നാട്ടുകാരെ നന്നാക്കി നടക്കണല്ലോ, നിന്റെ അപ്പാവെ ആദ്യം ശരിയാക്കടാ, എന്നിട്ട് ഞങ്ങളെ ഉപദേശിക്കാൻ വാ എന്ന് എന്നെ അനേകർ പരിഹസിക്കുമായിരുന്നു. ആ പരിഹസിച്ചവർ കാണെ ഈ ബൈബിൾ നെഞ്ചോട് അടക്കി പിടിച്ച് അപ്പൻ ആ ദേശത്ത് കർത്താവിനെ ആരാധിക്കുന്നത് എൻ ദേവൻ കാണിച്ചു. ഈ പരിശുദ്ധാവിയിൽ ജപിക്കാൻ തുടങ്ങുമ്പോൾ താണ്ടുവതർക്കുള്ള ബലത്തെ കിടക്കും, താണ്ടുവതർക്കുള്ള ബലത്തെ കിടക്കും. നമ്പിക്കയുള്ളവർ കൈയെ അടിച്ച് അതുകൊണ്ട് ഇന്ന് പകൽ ജപിക്ക്, പരിശുദ്ധാവിൻ വല്ലമയാൽ നിറപ്പപ്പെടാൻ ജപിക്ക്. ഞാൻ അന്യ ഭാഷയിൽ ജപിക്കുന്നെങ്കിൽ എന്റെ ആവിയാണ് ജപിക്കുന്നത്. ആൽക്കപ്രഭനം, ദീപൽക്കമനം, ഹസ്തപ്രഭനം, യേശുവിന്റെ മഹത്വം, മഹത്വം. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ കൂട്ടത്തിലുള്ള എൻ്റെ സഹോദരി സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, സ്തോത്രം, ആമൻ, നിങ്ങൾ കുടിച്ചു വരുമ്പോൾ നിങ്ങൾ കെട്ടിപ്പിടിക്കാനൊന്നും പോകണ്ട കേട്ടോ. ചിലപ്പം ആമൻ, എനിക്ക് കർത്തർ അപ്പടി ഒരു ബലത്തെ തന്നു, ഒരു നിയോഗത്താൽ ഞാനത് ചെയ്തതാ. നിങ്ങളാരും അപ്പടി ചെയ്യാനൊന്നും പോകണ്ട. പക്ഷേ നിങ്ങൾ ചെയ്യ വേണ്ടിയത്, നിങ്ങൾ ഇന്ത് മാതിരി അന്യഭാഷകളിൽ ജപിച്ചും അന്യഭാഷ ഇല്ലാത്തവരാണെങ്കിൽ കർത്തരുടെ സമൂഹത്തിൽ തനിയായിരുന്ന് തെരിഞ്ഞ പാടലുകളെ പാടി കർത്തരെ സ്തുതിച്ചും
வசனம் வாசிச்சும் நீங்க கர்த்தரோடு அடுத்திருக்க தேவன் உங்களுக்காய் கிரியை செய்யும். ഹല്ലേലൂയ. ഇന്നേക്ക് പിന്മാറി നിൽക്കുന്ന പലരും ഉങ്ങളോട് കൂടെ ചേർന്നിരുന്ന് കർത്തരെ ആരാധിക്കും ദിവസങ്ങൾ വരുമെന്ന് പരിശുദ്ധാവി ഒരു ആലോചന ചൊല്ലുകയാ. പിന്മാറിപ്പോയവകൾ, കർത്തരെ വിട്ട് വിളകിപ്പോയവകൾ മടങ്ങി വരെ പോണെന്ന് ദേവാവി പറയുക. അവരെ കർത്തർ തൊടുന്ന ദിവസങ്ങൾ വരെ പോകുക. അരിമന ഘടകണബലം, മധുര ഘടകണബലം, ദേവൻ അവരെ സന്ധിക്കുന്ന ദിവസങ്ങൾ ഓടി വരുമെന്ന് ആവിയാണവർ ചൊല്ലുകയാ. യേശുവിന്റെ മഹിമൈ മഹിമൈ, യേശുവിന്റെ മഹിമൈ മഹിമൈ. ഹല്ലേലൂയ. ഇനിയും ജ്ഞാന സ്നാനങ്ങൾ നടക്കും. ഇനിയും കർത്തരുടെ ക്രിയ നമുക്കായി കണ്ടിപ്പാ വെളിപ്പെടും. അതുകൊണ്ട് ദൈവപിള്ളകളെ നീങ്ക ചൊല്ലുങ്ക, കരുത്തിനാലുള്ള ജപമാണോ നല്ലത്, ആവിയിലെ ജപമാണോ നല്ലത്? ആവിയിൽ ജപിക്ക തുടങ്ങിയത് കൊണ്ട് അപ്പ എനിക്കൊരു വിഷയമായില്ല. ആവിയിൽ ജപിക്ക തുടങ്ങിയത് കൊണ്ട് പണം എനിക്കൊരു വിഷയമായില്ല. ആവിയിൽ ജപിക്കുന്നവർ പണത്തെ നോക്കില്ല. ആവിയിൽ ജപിക്കുന്നവർ ലോകത്തെ നോക്കില്ല, കടത്തെ നോക്കില്ല, പ്രശ്നത്തെ നോക്കത്തില്ല. ആവിയിൽ ജപിക്കുന്നവരുടെ വിശേഷം ചെങ്കടൽ വന്നാലും വന്നില്ലേലും അവർ കർത്തരെ ഉയർത്തും. ആവിയിൽ ജപിക്കുന്നവരുടെ വിശേഷം സിംഹക്കൂട്ടിൽ ഇട്ടാലും ഇട്ടില്ലേലും അവർ കർത്തരെ ഉയർത്തും. അവരുടെ മുമ്പിൽ യോർദാൻ വന്നാലും വന്നില്ലേ, പിരിഞ്ഞാലും ഇല്ല വിട്ടാലും അവർ കർത്തരെ വിട്ട് വിളകി പോകില്ല. അഗ്നി ചൂള വന്നാലും അഗ്നി ചൂളയുടെ നടുവിൽ ആമൻ വാതിൽ തുറക്കുന്ന ഒരു ദേവനുണ്ടെന്ന് അവർക്ക് നല്ല പുരിയും. അതുകൊണ്ട് ആമൻ ഇന്ന് പകല് ജപിക്ക്, പരിശുദ്ധാവിൻ അഭിഷേകത്തെ പെട്ടുകൊള്ളാൻ ആവിയിൽ ജപിക്കൽ കൃപയ്ക്കായി. യേശുവിന്റെ മഹിമൈ. ഹല്ലേലൂയ. ആമേൻ ആമേൻ. യേശുവിന്റെ മഹത്വം. താങ്ക് യു ജീസസ്. ഞാൻ അതുകൊണ്ട് ഇതുകൂടെ പറഞ്ഞ് നിർത്തട്ടെ. സ്തോത്രം. കരുത്തിനാൽ ജപിക്കുമ്പോൾ ക്യാൻസർ മാറിയില്ലെങ്കിൽ വിശ്വാസം പോകും. ആവിയിൽ ജപിച്ചാൽ ക്യാൻസർ മാറിയോ മാറിയില്ലയോ നീ കർത്തരെ ഉയർത്തിയിരിക്കും. അതാണ് താണ്ടുവതർക്കുള്ള അഭിഷേകം. കൈ ഉയർത്തി ഹല്ലേലൂയ പറയും. കരുത്തിൽ ജപിക്കുമ്പോൾ തീച്ചുളയിൽ ഇട്ടാൽ നിന്റെ വിശ്വാസം പോയിടും. ആവിയിൽ ജപിക്കുമ്പോൾ തീച്ചുളയിൽ ഇട്ടാലും ഇട്ടില്ലേലും കർത്തരെ തള്ളി പറയില്ല. അതാണ് ആവിയിലെ ജപം. സ്തോത്രം. അമ്മ പ്രിയപ്പെട്ട ദൈവമക്കളെ, കരുത്തിൽ ജപിക്കുമ്പോൾ ശിരച്ചാല വന്നാൽ വിശ്വാസം പോകും. ആവിയിൽ ജപിക്കുന്നവനെ ശിരച്ചാലയിൽ ഇട്ടാൽ അങ്ങേ അവൻ ആരാധനാലയമാക്കും. ഹല്ലേലൂയ. ശിരച്ചാലയിൽ സുപ്രണ്ടിന് ജ്ഞാനസ്നാനം കൊടുക്കും. ഇന്ന് പകലിൽ പരിശുദ്ധാവി എന്നോട് പറയുന്നു, രോഗങ്ങളെയും വെല്ലുവിളികളെയും പോരാട്ടങ്ങളെയും താണ്ടുവതർക്കുള്ള ബലത്തെ ഒരു ചിലർയുടെ മേൽ കർത്തർ ഈ ആരാധനയിൽ കൊടുക്ക പോകുകയാ. പോരാട്ടം വന്നാലും വിടുതൽ ഉണ്ടായാലും ഇല്ല വിട്ടാലും കർത്തരെ വിട്ട് വിളകി പോകാത്ത വിശ്വാസത്തിന് ആഴത്തെ ദേവാവി ചിലരുടെ മേൽ പകരപ്പോകയോ. യേശുവിന്റെ മഹിമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഇങ്ങനെ 11 വർഷങ്ങൾ 12 വർഷങ്ങൾ കർത്തരുടെ ആവി എന്നെ ടെസ്റ്റ് ചെയ്തതിന് പിൻപാ ഊളിയ വാസലുകളെ തുറന്നത്. മുതലാവത് 11 വർഷക്കാലം ഒരു നല്ല ചെരുപ്പ് കൂടെ ഇല്ലാமல் ഊളിയം ചെയ്ത കാലങ്ങൾ ഞാൻ ഓർക്കുന്നു. ആമൻ. ഒരു പൊടിമണ്ണിനകത്ത് ആമൻ ചാക്ക് വിരിച്ച് 4 വർഷങ്ങൾ കിടന്നാണ് ഞങ്ങൾ ആദ്യകാല ഊളിയങ്ങൾ തിരുവല്ല ഊരിൽ ചെയ്തത്. പച്ചമണ്ണിൽ ചാക്ക് വിരിച്ച് 4 വർഷം അങ്ങേ തന്നെ കിടന്ന് ആമൻ പാമ്പുകളും അതുപോലെ തന്നെ ഈ പൂരാനും ഒക്കെ കാലയിൽ എഴുന്നേൽക്കുമ്പോൾ പച്ചമണ്ണായതുകൊണ്ട് ഞങ്ങളുടെ പായയോട് ചേർന്ന് കിടക്കാറുണ്ട്. ഒന്നും കടിക്കാതെ ദേവൻ പാതുകാത്തിട്ടുണ്ട്. എന്നാലും സ്തോത്രം, അങ്ങനെ 4 കൊല്ലം അങ്ങേ തങ്ങി രാവും പകലും കൈയടിച്ച് ആരാധിച്ച് അന്നേക്ക് ആമൻ ഞങ്ങൾക്ക് ആർക്കും ഒരു മാസം സപ്പോർട്ടില്ല. വാഹനങ്ങൾ അന്നില്ല, ഒരു സൈക്കിൾ പോലും അന്നില്ല. സ്തോത്രം. ആദ്യത്തെ 6 കൊല്ലം കണ്ട് കഴിഞ്ഞപ്പോഴാണ് ഒരു ചെറിയ സൈക്കിൾ തന്നെ കിട്ടുന്നത്. കരമേർത്തെ കർത്താവിന് മഹത്വം കൊടുക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ഊളിയം ചെയ്ത ആ കാലം കർത്തർ ഞങ്ങളെ താണ്ടുവതർക്ക് ബലത്തെ തരികയായിരുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യോസെഫിനെ സകല രാജ്യത്തേക്കും പ്രഥമരാക്കുന്നതിന് മുമ്പ് അവനെ പൊട്ടക്കിണറ്റിലൂടെ കർത്തർ കടത്തിവിട്ടു. സ്തോത്രം.
അവൻ പൊത്തിഫേറിൻ അടിമ വീട്ടിലൂടെ കടത്തിവിട്ടു, ശിരച്ചാലയിൻ അനുഭവത്തിലൂടെ കടത്തിവിട്ടു. അങ്ങേയും യോസഫ് ഉണ്മയായി കർത്തരെ നമ്പിയപ്പോഴാണ് സകലത്തൊക്കെ മേലെ അവനെ ഉയർത്തിയത്. ദാവീദെ കർത്തർ ഗുഹകളിലൂടെ കടത്തിവിട്ടു, കാടുകളിലൂടെ കടത്തിവിട്ടു. അവൻ സ്തോത്ര സിംഹത്തിൻ മുൻപിൽ, കരടിയിൻ മുമ്പിൽ കർത്തർ നിർത്തി. ദാവീദെ ശൗലിന്റെ കുന്തമുനയിലൂടെ കർത്തർ കടത്തിവിട്ടതற்கு പിൻപാണ് സകല ഉലകത്തുക്കും രാജാവായി അവനെ കർത്തർ ഉയർത്തിയത്. അപ്പടിയാണ് അവൻ ഈ ദിവസങ്ങളിൽ നീ ആവിയിൽ ജപിക്ക തുടങ്ങുമ്പോൾ സകല വെല്ലുവിളികളെയും താണ്ടുവതற்குള്ള ശക്തി, സകലത്തെ താണ്ടുവതற்குള്ള ശക്തി എൻ ദേവനാൽ ഒരു സേനയ്ക്ക് നേരെ പാഞ്ഞു ചെല്ലുവേൻ, എൻ ദേവനാൽ മതിലെ താണ്ടുവേൻ. ആൽക്കമാസി ഘടകണബലം ആവിയിൽ ജപിക്കട്ടെ. യേശുവിന്റെ മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾ ജപിക്ക വേണ്ടിയത് കർത്തരെ കരുത്തിലല്ല, ആവിയിൽ ജപിക്കുവதற்கு കൃപയെ താരണം. ഇന്ന് രാത്രി ആ കൃപ ഉങ്ങളുടെ മേൽ വരേണ്ടതിനാണ് പരിശുദ്ധാവിക്കായി ജപിക്ക പോകുന്നത്. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ഉറപ്പിച്ചു പറയാം, കർത്തർ നമ്മിൽ അനേകരെ തൊടും. നിങ്ങൾ തന്നെ സാക്ഷി ചൊല്ലും അളവിൽ ദേവൻ നിങ്ങളുടെ മേൽ ശക്തമായ അഗ്നിയെ അയക്കും. കരമേർത്തി ഹല്ലേലൂയ പറയൂ. എൻ്റെ വാലിബ പിള്ളകളെ, നിങ്ങൾ എല്ലാവരും നൈറ്റിൽ കണ്ടിപ്പാ വരണം. സഹോദരങ്ങളെ സഹോദരിമാരെ എല്ലാവരെയും വിളിച്ചിട്ട് വരണം, ഒരുക്കത്തോടെ വരണം. പരിശുദ്ധാവി നമ്മുടെ സഭയിൽ ഒരു പെരിയ ഊറ്റയക്കും. സന്തോഷമുള്ളവർ ഹല്ലേലൂയ. ഇപ്പോൾ ഈ വാർത്തകളിൽ കർത്തർ നിങ്ങളെ ആശീർവദിക്കട്ടെ.